വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ആക്കാമല്ലോ എന്ന് കരുതി. കൂന്തൽ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വെച്ചു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ അരിഞ്ഞു വെച്ചു. ആദ്യമായിട്ട് നമുക്ക് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. നമുക്ക് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള ഉള്ളി, ഞാൻ ഒരുപാട് കൂന്തളൊന്നുമില്ല, കുറച്ചേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരു 1.5 ഉള്ളി അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എണ്ണയിലേക്ക് ഒഴിച്ച് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ജസ്റ്റ് അമ്മിയിലിട്ടൊന്ന് ചതച്ചു, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആദ്യം ഞാൻ ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതക്കിയതിട്ടു, പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. ദെൻ ഒരു പച്ചമുളക് 4ആയിട്ട് മുറിച്ചത്, ചെറുതായിട്ട് മുറിച്ചത് അതും ഇട്ടു. അതിനുശേഷം എല്ലാം കൂടി നല്ല രീതിക്കൊന്ന് ഇളക്കി, വെളിച്ചെണ്ണയിലെല്ലാം കൂടി നല്ല രീതിക്കൊന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് വരണ്ടതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഒന്ന് ചേർക്കാം. ആവശ്യമായ പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അതൊക്കെയാണ്. ആദ്യമായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു, ദെൻ മുളക് പൊടി ചേർത്തു, ദെൻ കുറച്ച് ഗരം മസാല ചേർത്തു. ശേഷം ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഉപ്പ് നമുക്ക് എത്രയായാലും മനസ്സിലാവില്ലല്ലോ എങ്ങനെയാണെന്ന്, അപ്പോൾ ആദ്യം കുറച്ച് മാത്രമേ ചേർത്തുള്ളൂ. അതിനുശേഷം കുരുമുളക് പൊടിയിലാണല്ലോ നമുക്ക് ടേസ്റ്റ് വരുന്നത്, അപ്പോൾ അതൊരു കുറച്ചധികം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം എല്ലാ മസാലകളും കൂടിയിട്ട് ഉള്ളിയിലിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. എല്ലാ മസാലകളും കൂടി ആ വെളിച്ചെണ്ണയിലൊക്കെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ട്. ഞാൻ കറിവേപ്പിലയുടെ ആയിക്കോട്ടെ, നാട്ടിൽ നമുക്ക് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന കറിവേപ്പിലാണ്, പുറത്തുനിന്ന് അധികം വാങ്ങിക്കാറില്ല. അതിനുശേഷം ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി. എന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം, കാരണം എല്ലാം കൂടി വരേണ്ട സമയത്ത് ഒരുപാടൊന്നും ഉപ്പിട്ടിട്ടില്ല. ഇനിയിപ്പോൾ കൂന്തളൊക്കെ ഇട്ട് കഴിഞ്ഞാലേക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാലല്ലേ നമുക്ക് അതിൻ്റെ ലാസ്റ്റല്ലേ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. അതിനുശേഷം നന്നായി വൃത്തിയാക്കിയിട്ടുള്ള കൂന്തൽ അതിലൊന്നിട്ട് ഇളക്കി. ജസ്റ്റ് മസാലകളൊക്കെ കൂന്തലിലൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കൂന്തലൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളം വേണം. അപ്പോൾ ഇല്ലെങ്കിൽ വെന്തിട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയ ബുദ്ധിമുട്ടാവുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ചധികം വെള്ളം എടുത്തൊഴിച്ചു. പിന്നെ എന്നിട്ട് ഒന്നുകൂടി ഇളക്കി. എന്നിട്ട് ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കി. ഉപ്പ് നോക്കിയതിന് ശേഷം കുറച്ചൊരു കുരുമുളക് പൊടി ഒന്നുകൂടി ഇടാമെന്ന് കരുതി. കാരണം ശരിക്കും വഴണ്ട് വരുന്ന സമയത്ത് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നൊക്കെ പറയും. അതിലേക്ക് ആവശ്യമായ തക്കാളി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് തക്കാളി ഇട്ടു. ദെൻ കുറച്ച് കുരുമുളക് പൊടി ഇടാമെന്ന് കരുതി. എന്നാലും നമുക്ക് നല്ല രീതിക്ക് ടേസ്റ്റൊക്കെ കിട്ടും. കാരണം ഈ കൂന്തലിലൊക്കെ ഈ എരിവൊക്കെ പിടിച്ച് കഴിഞ്ഞാലല്ലേ അടിപൊളിയായിരിക്കുള്ളൂ, ടേസ്റ്റ് സൂപ്പർ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് ആവശ്യമായ കുറച്ചുകൂടി കുരുമുളക് ആദ്യം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും കൂന്തലിട്ടതിന് ശേഷം നമ്മൾ ഒന്നുകൂടി കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേവാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കി, സെറ്റ് ആവുന്നുണ്ട്, നല്ല രീതിക്ക് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അതൊന്നുകൂടി ഒന്ന് ഇളക്കി നോക്കി, കാരണം മിക്സ് ആകണമല്ലോ മസാലകളൊക്കെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല രീതിക്കൊന്ന് ഇളക്കി അതിലേക്ക് ഉപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുള്ളത് നോക്കി ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് മൂടി വെച്ചു. കാരണം ഒന്നുകൂടി മസാല ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കുറച്ച് കണ്ട് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ കണക്കാക്കിയിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്, എല്ലാ പോരായ്മകളൊക്കെ ഉണ്ടാവും. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് റെഡി ആക്കാം കേട്ടോ. ഫസ്റ്റ് ജസ്റ്റ് കൂന്തളൊക്കെ കിട്ടിയപ്പോൾ നമുക്ക് ഫ്രൈ ആക്കണം എന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് എന്തായാലും ഒരു വീഡിയോ എടുക്കാമെന്നൊക്കെ കരുതിയത്. ഫസ്റ്റ് വീഡിയോ ആയത് കാരണം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് അറിയാം. എന്തായാലും എൻ്റെ കൂന്തൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.